ദ ജേർണലിസ്റ്റിലേക്ക് മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായി റിമാൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതായത് 2 ആഴ്ചയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തന്നെ തുടരുന്നു എന്ന് സാരം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ 28-ാം തീയതിയാണ് കോടതി വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം തന്നെ നടന്നു. ആ വാദങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനായ ശാസ്തമംഗലം അജിത്ത് ചൂണ്ടിക്കാണിച്ച നിർണായകമായ പല കാര്യങ്ങളും രാഹുലിന് അനുകൂലമായി ഈ കേസിൽ ഉടനീളം പ്രതിഫലിക്കുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് വിധി വരുമ്പോൾ രാഹുലിന് ജാമ്യം കിട്ടുകയും രാഹുൽ പുറത്തിറങ്ങാനുള്ള സാധ്യതകൾ തെളിയുകയും ചെയ്യും എന്നു തന്നെ വിലയിരുത്തപ്പെടുകയാണ്. എന്നാൽ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടികൾ അസ്വാഭാവികമാണെന്നും അസാധാരണമാണെന്നും നിയമവിരുദ്ധമാണ് എന്നതടക്കമുള്ള നിരവധി വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതായത് ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറയപ്പെടുന്ന ആ യുവതി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലല്ല പരാതി കൊടുത്തത്, നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു. നേരത്തെ ആദ്യ പരാതി നൽകിയ പരാതിക്കാരിയും പോലീസ് സ്റ്റേഷനെ ആശ്രയിച്ചത് നേരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു. അതായത് മൂന്നാമത്തെ ബലാത്സംഗ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകപ്പെട്ട ഒന്നാണ്. അതായത് ആദ്യത്തെ കേസിൽ എങ്ങനെയാണോ പരാതിക്കാരി പരാതി നൽകിയത് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു മൂന്നാമത്തെ പരാതിയും നൽകപ്പെട്ടത്. എന്ന് മാത്രമല്ല, ഈ 2 പരാതികളിലും സമാനമായി നിരവധി കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർ അബോർഷന് വിധേയരായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് അബോർഷൻ ചെയ്യിച്ചു, അതിൻ്റെ തെളിവായി ഭ്രൂണം എൻ്റെ പക്കലുണ്ട് എന്ന് മൂന്നാമത്തെ പരാതിക്കാരി പറയുന്നു. ആദ്യത്തെ പരാതിക്കാരിയുടെ പക്കൽ അത്തരം അവശിഷ്ടങ്ങളോ അവശേഷിപ്പുകളോ ഒന്നുമില്ല. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തി ക്രൂരമായി ബലാത്സംഗം ചെയ്തു, അതിനുശേഷം മാനസികമായി തകർത്തു തുടങ്ങി നിരവധി വാദങ്ങൾ അത് ഒന്നാമത്തെ പരാതിയിലും മൂന്നാമത്തെ പരാതിയിലും സമാനമായ പല കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ കേസിൽ കോടതി നോട്ട് അറസ്റ്റ് പറഞ്ഞിരിക്കുന്ന അതേ സമയത്ത് മറ്റൊരു പരാതി ഉയർന്നു വരുമ്പോൾ പൂർണ്ണമായും കോടതിക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏത് സമയത്തും ഹാജരാകുമെന്ന് അന്വേഷണവുമായി സഹകരിക്കാമെന്ന് കോടതിയിൽ പറഞ്ഞ, അതുപോലെ തന്നെ നാട് വിട്ടു പോകാൻ കഴിയാത്ത ഒരാൾ എങ്ങനെ പോലീസിൻ്റെ കസ്റ്റഡിയിലാകുന്നു, അയാൾ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. അതായത് ഒരു യുവതി നേരിട്ട് പരാതി നൽകുന്നില്ല, ആ യുവതി ഡിജിറ്റൽ മാർഗത്തിലൂടെയാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതിയിൽ ഉടൻ തന്നെ FIR ഇട്ട് രാഹുലിനെ പിടിച്ചുകൊണ്ടുപോയി റിമാൻഡ് ചെയ്തത് നിയമവിരുദ്ധമാണ്. അതായത് നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാതെയാണ് പോലീസ് രാഹുലിനെ എങ്ങനെയെങ്കിലും അകത്തിടണമെന്ന ലക്ഷ്യത്തോടു കൂടി പെരുമാറിയതാണ് എന്ന വാദം അതുപോലെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ പുറത്തിറങ്ങിയതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് തനിക്കെതിരെ നിയമപരമല്ലാതെ പ്രവർത്തിച്ചവർക്കെതിരായ ആയുധങ്ങളായി മാറ്റാൻ കഴിയും എന്ന് വിലയിരുത്തലുകൾ വരികയാണ്. അതായത് തന്നെ പണിതവർക്കെതിരെ കൃത്യമായി പണി കൊടുക്കാൻ രാഹുൽ തയ്യാറാകും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചർച്ചകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് യുവതികൾ നൽകിയ പരാതികളുടെ മെറിറ്റിലേക്കല്ല പോകുന്നത്, അതിന് അന്തിമ വിധി പറയേണ്ടത് ബഹുമാനപ്പെട്ട കോടതികളാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയമല്ല പറയുന്നത്, മറിച്ച് രാഹുലിനെ കൊടുക്കാൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് ഈ ജയിലിൽ രാഹുലിനെ 14 ദിവസം തളയ്ക്കുക, ജയിലിലിട്ട് അത് ആഘോഷിക്കുക എന്ന രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി ഒരുപാട് നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ, രാഹുലിൻ്റെ അഭിഭാഷകർ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ പണിതവർക്ക് തിരിച്ചു പണി കൊടുക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലെ സമയം ചെലവഴിക്കുകയാണ് എന്നൊരു വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. രാഹുലുമായി അടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ രാഹുലിനെ ജയിലിൽ സന്ദർശിച്ച പലരുമായും സംസാരിച്ച ഒരു മാധ്യമ പ്രവർത്തകരെ ഇന്ന് രാവിലെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ആകസ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചെന്നോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്താമഗ്നനായി നടക്കുകയാണ് എന്നാണ്. കടുത്ത നിരാശയിലുള്ള അല്ലെങ്കിൽ വല്ലാത്ത മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ തളർന്നു പോകും, അയാൾ മൂലയ്ക്ക് കുത്തിയിരിക്കും, അല്ലെങ്കിൽ കമന്നു കിടക്കും, അലസനായിരിക്കും. ഇതങ്ങനെയല്ല. ഇത് ഉറക്കം ഉപേക്ഷിച്ച് ജയിലിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഒരു കസേര തരപ്പെടുത്തിയ കസേരയിൽ ഒരുപാട് സമയം പല കണക്കുകൂട്ടലുമായി ഇരിക്കുകയാണ് എന്ന നിലയിലാണ് ആ മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞത്. ഞാൻ പറയട്ടെ, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി നേരിട്ട് ഒരു പരിചയവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജയിലിൻ്റെ അവസ്ഥ എന്താണ് എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി പോലും എനിക്ക് ബന്ധമില്ല. പക്ഷേ ഈ മാധ്യമപ്രവർത്തകൻ അത്തരം കേന്ദ്രങ്ങളുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ്, അവരുമായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ വിവരം എന്നെ ഞെട്ടിക്കുകയാണ് ഉണ്ടായത്.
അതായത് സഹതടവുകാർക്ക് പോലും അമ്പരപ്പുണ്ടാക്കുന്ന വിധത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ ജയിലിലെ പ്രവൃത്തികൾ എന്നാണ് പറയുന്നത്. അദ്ദേഹം ചിന്തകളിലാണ്. അദ്ദേഹം കൃത്യമായ ഒരു ഗൗരവഭാവം മുഖത്ത് വരുത്തുന്നുണ്ട്. അത് തന്നെ കുടുക്കിയവർക്കെതിരെയുള്ള നീക്കങ്ങളുടെ ഭാഗമായുള്ള, അതായത് നിയമപരമായി ഒരു പോരാട്ടം രാഹുൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായി ഒരു വലിയ തിരിച്ചുവരവ് രാഹുൽ ലക്ഷ്യമിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വമ്പൻ പ്ലാനിങ്ങിലാണ് രാഹുലും അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവരും എന്ന നിലയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തലിനെ സംബന്ധിച്ച് ഈ കേസുകളിൽ നിന്ന് മോചനം നേടുക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം രാഹുൽ ഒരു പൊതുപ്രവർത്തകനാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ തൻ്റെ ജീവിതം മുഴുവനായി ചെലവഴിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് വളരെ ചെറിയ പ്രായത്തിലെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്ന് വളരെ ചെറിയ പ്രായത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി അത്രയും ചെറുപ്പത്തിൽ ആ ഉശിരോടുകൂടി തന്നെ പാലക്കാട് MLA ആയി മാറിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ നാളുകൾ എന്ന് പറയുന്നത്, രാഷ്ട്രീയപരമായ പോരാട്ടത്തിൻ്റെ നാളുകൾ എന്ന് പറയുന്നത് കഠിനമാണ്, അതിവേഗത്തിലുള്ള വളർച്ചയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വളർന്നുയർന്ന് ഒരു വലിയ നിലയിലേക്ക് എത്താൻ സാധിക്കുമായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പെണ്ണുകേസുകളിൽ പെട്ട് തകർന്നടിഞ്ഞ് ജയിലിൽ കിടക്കുന്നത്. സ്വന്തം പാർട്ടി പോലും രാഹുലിനെ ഉപേക്ഷിച്ചു, ഒപ്പം നിന്നവർ പോലും പിന്നിൽ നിന്ന് കുത്തി. ഈ സാഹചര്യത്തിൽ ഒരു തിരിച്ചുവരവ് എന്നത് രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ മാത്രം വിഷയമാണ്, രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ മാത്രം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള ചില നിർണായകമായ നീക്കങ്ങൾ രാഹുൽ ജയിലിലിരുന്ന് നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്ലാനിങ് രാഹുലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതെല്ലാം തിരിച്ചു വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതായത് ഇനി തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ, ഒരു 3 മാസം കഷ്ടിച്ച് എന്ന് പറയാവുന്ന കാലാവധിയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് തിരിച്ച് കയറാൻ സാധിക്കുമോ? ഈ കേസിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഇനി തിരിച്ചു വന്ന് തൻ്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെ കെട്ടിപ്പടുക്കണം? ചുറ്റുപാടും ശത്രുക്കളാണ്, വളഞ്ഞിട്ട് ശത്രുക്കളാണ്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പ്ലാനിംഗ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നടത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹവുമായി വളരെ അടുപ്പമുള്ള ആളുകൾ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട്. അവരോട് വളരെ പരിമിതമായ ഭാഷയിൽ മാത്രം രാഹുൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് ഒരു വമ്പൻ തിരിച്ചുവരവിനുള്ള സാധ്യത തേടലാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും നോക്കുക, ഓൺലൈൻ സ്പേസുകളിൽ അല്ലെങ്കിൽ പൊതുവിടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായൊരു തരംഗമുണ്ട്. രാഹുലിനെ നിയമവിരുദ്ധമെന്ന് പറഞ്ഞാൽ നിയമപരമായ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാതെയാണ് പോലീസ് തട്ടിക്കൊണ്ടുപോയത് എന്ന് പൊതുജനങ്ങൾക്കിടയിൽ വലിയ അഭിപ്രായമുണ്ട്. രാഹുലിനെ മുളയിലേ നുള്ളുക എന്ന CPMൻ്റെ രാഷ്ട്രീയ തന്ത്രമാണ് ഈ പരാതികൾക്ക് പിന്നിൽ നിന്ന് പോലും പറയുന്നവരുണ്ട്. അപ്പോൾ പൂർണ്ണമായും സർക്കാരും CPM പോലീസും ഒക്കെ പറയുന്ന ആ ആരോപണങ്ങൾ, കഥകൾ ഒന്നുമല്ല, അല്ലെങ്കിൽ ഈ അതിജീവിതകൾ എന്ന് പറയപ്പെടുന്ന യുവതികൾ പറയുന്ന കാര്യങ്ങളല്ല മുഴുവൻ ജനങ്ങളും വിശ്വസിക്കുന്നത്. ജനങ്ങളിൽ വലിയൊരു വിഭാഗം രാഹുലിൻ്റെ വാദവും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരണമെങ്കിൽ, അല്ലെങ്കിൽ രാഹുലിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയണമെങ്കിൽ 28-ാം തീയതിയിലെ കോടതിയുടെ അന്തിമ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഈ ജാമ്യാപേക്ഷയിലുള്ള അന്തിമ ഉത്തരവ് എന്താണ് എന്ന് അറിയണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും. പക്ഷേ ജയിലിലെ സഹതടവുകാരെ പോലും ഞെട്ടിക്കുന്ന വിധത്തിൽ ഉറച്ചു നിൽക്കുന്ന രാഹുൽ, അതായത് എന്തോ കാര്യമായി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന രാഹുൽ ഒരു പക്ഷേ തിരിച്ചു വന്നാൽ ചെയ്യേണ്ട അജണ്ടകൾ എന്തൊക്കെയാണ് എന്ന് സെറ്റ് ചെയ്യുന്നതായിരിക്കാം. തന്നെ കുടുക്കിയവർക്കെതിരായ വലിയ പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും. ഞാൻ പറയുന്നത് അതിജീവിതകളെക്കുറിച്ചോ യുവതികളെക്കുറിച്ചൊന്നുമല്ല, രാഷ്ട്രീയപരമായി ഈ കേസുകളെ ഉപയോഗിച്ച് തന്നെ ഈ വിധത്തിൽ ജയിലിൽ തളച്ചവർക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പല നിയമവിദഗ്ധരും പറയുന്നത് പോലീസിനെതിരെ കടുത്ത നടപടികളിലേക്ക് രാഹുലിന് പോകാൻ സാധിക്കും, നിയമപരമായ പോരാട്ടത്തിന് പഴുതുണ്ട് എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം നീക്കങ്ങളെക്കുറിച്ച് രാഹുൽ ചിന്തിക്കുകയായിരിക്കാം. ഒരു പക്ഷേ അധികം വൈകാതെ പുറത്തിറങ്ങിയാൽ എന്തൊക്കെ ചെയ്യണമെന്ന് കണക്ക് കൂട്ടുകയായിരിക്കാം എന്നുള്ളതാണ് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട വാദം.